ലോകത്തെ 154 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് 2026 ഇന്ത്യ 16-ാം സ്ഥാനം നേടി. ഈ റാങ്കിങ്ങിൽ അമേരിക്കയും ചൈനയും ഇന്ത്യക്ക് പിന്നിലാണെന്നതാണ് ശ്രദ്ധേയമായത്. പൗരന്മാർ, പരിസ്ഥിതി, ആഗോള സമൂഹം എന്നിവയോടുള്ള ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ അവരുടെ ശക്തി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് ഈ സൂചിക വിലയിരുത്തുന്നത്. ഭരണനിലവാരം, സുസ്ഥിരത, അന്താരാഷ്ട്ര സഹകരണം, ദീർഘകാല നയദിശ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യയുടെ പ്രകടനമാണ് ഈ റാങ്കിങ്ങിൽ പ്രതിഫലിക്കുന്നത്. ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും സാമ്പത്തിക വളർച്ചയും സാമൂഹ്യ പരിസ്ഥിതി ഉത്തരവാദിത്വവും തമ്മിൽ തുലനം കണ്ടെത്തുന്നതിൽ ഇന്ത്യ കൈവരിച്ച പുരോഗതിയെയാണ് ഈ സ്ഥാനം സൂചിപ്പിക്കുന്നത്. റെസ്പോൺസിബിൾ നേഷൻസ് ഇൻഡെക്സ് RNI 2026 പ്രകാരം 1-ാം സ്ഥാനത്തുള്ളത് സിംഗപ്പൂരാണ്. അതിന്റെ പിന്നിൽ സ്വിറ്റ്സർലാൻഡ്, ഡെൻമാർക്ക്, സൈപ്രസ്, സ്വീഡൻ, ചെച്ചനിയ, ബെൽജിയം, ഓസ്ട്രിയ, അയർലൻഡ്, ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. ഇന്ത്യയുടെ സ്ഥാനം 16ആണ്. UK സ്ഥാനം 25ആണ്. അമേരിക്കയുടെ സ്ഥാനം 66ആണ്. ഇത്തരത്തിലുള്ള സൂചികകൾ അന്തിമ വിധികളല്ല, മറിച്ച് താരതമ്യാത്മക വിലയിരുത്തൽ ഘടകങ്ങളാണ്. അവ ശക്തികളെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം പരിഷ്കരണം ആവശ്യമായ മേഖലകളും, ഉദാഹരണത്തിന് കാർബൺ എമിഷൻ തീവ്രത, അസമത്വം, സ്ഥാപനശേഷി എന്നിവ വെളിപ്പെടുത്തുന്നു. ഇന്ത്യക്കായി ഈ ഫലം നിയന്ത്രണമില്ലാത്ത വ്യാപനമല്ല, മറിച്ച് ഉത്തരവാദിത്വപരമായ നേതൃത്വത്തിലേക്ക് ശ്രമിക്കുന്ന ഒരു വികസനാത്മക സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലുള്ള കഥാവതരണം ശക്തിപ്പെടുത്തുന്നു. ഇതുവരെ പാശ്ചാത്യ രാജ്യങ്ങൾ പുറത്തുവിട്ട ഹങ്കർ ഇൻഡെക്സ്, ദാരിദ്ര്യ സൂചിക, മതസഹിഷ്ണുത സൂചിക തുടങ്ങിയ നിരവധി റാങ്കിങ്ങുകളിൽ ഇന്ത്യയെ ഉദ്ദേശപൂർവ്വം ബംഗ്ലാദേശ്, ശ്രീലങ്ക പോലുള്ള ദരിദ്ര രാജ്യങ്ങളെക്കാൾ താഴെയായി സ്ഥാനം നൽകി. ഈ രാജ്യങ്ങൾ പലതും ഇന്ത്യയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇത്തരത്തിലുള്ള അർത്ഥമില്ലാത്തതും പക്ഷപാതപരവുമായ റാങ്കിങ്ങുകൾ ഇന്ത്യക്ക് സ്വീകാര്യമല്ല. ഇന്ത്യ അർഹിക്കുന്ന മാന്യമായ ഒരു സ്ഥാനം ഇന്ത്യക്ക് വേണം. അതേസമയം ഇന്ത്യൻ രാഷ്ട്രപതി അധികാര പരിധിയിൽ പുറത്തിറക്കിയ ഈ റാങ്കിങ് യാതൊരു പക്ഷപാതവും കാണിക്കുന്നില്ല. ഉത്തരവാദിത്വം, ഭരണനിലവാരം, ദീർഘകാല നയദിശ തുടങ്ങിയ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിലയിരുത്തൽ നീതിയുള്ളതും വിശ്വാസയോഗ്യവും ന്യായവുമാണ്.